വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പൂപ്പൊലിക്ക് വന്നതാണ് കേട്ടോ. വയനാട് പൂപ്പൊലിക്ക് വന്നതാ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ കാണിച്ചു തരാവേ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ അതും അനീത്തിയും പിന്നെ പൊന്നും ഇങ്ങോട്ട് കൂടിയിട്ട് ഒരു ഇൻട്രോ ഒക്കെ എടുത്തു വെച്ചു. പിന്നെ എന്താണെന്നറിയില്ല, എനിക്കിത് തുടങ്ങിയപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് തന്നെ പറഞ്ഞ് തുടങ്ങാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പൂപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ടിപ്പം എന്താ പറയുക, 10-15 ദിവസം ആവാറായി. അല്ല, ഒരു മാസം ആവാറായി. ജനുവരി 15 വരെയായിരുന്നു കേട്ടോ വയനാട്ടിൽ പൂപ്പൊലി നടന്നത്. എല്ലാ വർഷവും നടക്കാറുണ്ട്. കൊറോണ സമയത്ത് ഉണ്ടായിരുന്നില്ല, എല്ലാം മാറ്റി വെച്ചിരുന്നല്ലോ, അതുപോലെ ഇതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഫ്ലവേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഫ്ലവേഴ്സിൻ്റെ ഒരു പൂന്തോട്ടം എന്ന് എനിക്ക് പറയാൻ എന്നതല്ല, ഫ്ലവേഴ്സിൻ്റെ ഒരു മായാ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയായിരുന്നു കളക്ഷൻസ്. അമ്പോ ഡാലിയയുടെയും മാരിഗോൾഡിൻ്റെ ഒക്കെ വലിപ്പം കണ്ടിട്ട് എൻ്റെ തല കറങ്ങിപ്പോയി. അതുപോലെയായിരുന്നു. എനിക്ക് പിന്നെ ഈ സാധനത്തിൽ നിന്ന് കയറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കയറിയില്ല, കാരണം പേടിയായതുകൊണ്ടാണ് കേട്ടോ. ഹൈറ്റ് എനിക്ക് ഇത്തിരി പേടിയുണ്ട്. വെറുതെ അതിൻ്റെ മുകളിലെങ്ങാനും കയറിയിട്ട് ഇറങ്ങാനെങ്ങാനും പറ്റിയില്ലെങ്കിലോ എന്ന്. പിന്നെ അനീത്തി, അച്ചു ഉണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, മിത്തു ഉണ്ടായിരുന്നു, യദുക്കുട്ടനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത്, വലിയവർക്ക് കയറാൻ പറ്റിയത്, അങ്ങനെ. പിന്നെ കുറേ സാധനങ്ങൾ എന്തൊക്കെയൊക്കെയോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറേ സ്റ്റാളുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കണ്ടു. പിന്നെ കുറേ കോഴികൾ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കണ്ട് 3 വർഷം ഞാൻ പൂപ്പൊലിക്ക് പോയി. 3 വർഷമാണ് കേട്ടോ ഞാൻ പോയത്. അതായത് ഞാൻ ചെന്നപ്പിന് 3 വർഷമായുള്ളൂ. അപ്പോൾ 3 വർഷം ഞാൻ പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ സമയമാകുമ്പോൾ ഞാൻ അവിടെ എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ പൂപ്പൊലി വിശേഷം. ബായ്.